ഇങ്ങനെ നാട്ടുകാരിങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് പറയാലോ. അതല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ഒരാള് വിളിച്ചു ഇല്ലേ? അതാരെ വിളിച്ചത്? ആരെങ്കിലും ആവട്ടെ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അവരോട് പറയും നാട്ടുകാരെ എതിർപ്പ് കാണിക്കട്ടെ. അല്ല വേണ്ട, ഈച്ച ഫാക്ടറി വേണ്ടേ വേണ്ട, മാലിന്യം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, മാലിന്യം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് വേണം ശുദ്ധവായു, ഞങ്ങൾക്ക് വേണം. ചിലര് നെല്ല് പോലും കാണാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തില് അവരെ ചെളിയിൽ ഇറക്കിക്കൊണ്ട് ഈ ബംഗാളികൾ ചെയ്യുന്ന പണി അല്ല ഇത്, നമ്മൾ ചെയ്യേണ്ട പണി അവരിപ്പോ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധ്യം ചെറുപ്പത്തിലെ തന്നെ അവരിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പണി തുടങ്ങിയത്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് മോഹൻലാലിന്റെ പ്രശസ്തമായ ലൂസിഫർ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒരു കൃഷിക്കാരനാണ് മാഡം അല്പം കളപറിക്കാൻ ഇറങ്ങിയത്. ആ ഡയലോഗ് ഇപ്പൊ കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ തഴച്ചു വളരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇതിലെ തവളകളെ നമ്മള് നിർത്തിവെച്ചു, സെക്ഷൻ നിർത്തിവെച്ചു. അതിനുള്ള പ്രധാന കാരണം ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ. പണ്ടൊക്കെ നമ്മൾക്ക് ഒരു 10-15 കൊല്ലം മുമ്പ് നമ്മൾ രാത്രി നോക്കിയതിനെ പെട്രോൾ മാക്സും വെച്ചിട്ട് ഈ തവളകളെ പിടിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ തവളക്കാര് ചാക്കിലാക്കിയിട്ട് ബാക്കിൽ ചാക്കിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോഴാണ് അവരുടെ രാത്രി ആക്ടിവിറ്റി ഉള്ളതാണല്ലോ തവളകള്. അപരന് ഒരു ഉപകാരമെങ്കിലും ചെയ്യാത്തൊരു ദിവസം നിന്റെ ആയുസ്സിൽ കണക്ക് കൂട്ടുന്നതല്ല ചാവറയച്ചൻ. ഇവിടെ നിന്നായിരുന്നു ടോമി സാർ തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പ് ചാവറയച്ചൻ ഒരു കൊച്ചു വള്ളത്തിൽ എത്തിച്ചേർന്ന ഈ പ്രദേശം ഡോക്ടർ ടോമിക്ക് ഹൃദയത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ്. പ്രിയപ്പെട്ടവരെ, കോൾപ്പാടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പാടവും ഈ പുഴയും നമുക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, നമ്മുടെ വരാനിരിക്കുന്ന തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ്. അത് നെഞ്ചിലേറ്റി ജീവിക്കുന്ന ഒരു പ്രൊഫസർ, പ്രകൃതിയുടെ പ്രൊഫസർ ടോമി സാറാണ് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത്. ടോമി സാറിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് സാംസ്കാരിക പ്രവർത്തകനും നാടക പ്രവർത്തകനും ആരോഗ്യ പ്രവർത്തകനും കൂടിയായ മനോജ് മേനാച്ചേരിയാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു പ്രഭാതത്തിന്റെ ആംബിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ഈ കോൾപ്പാടങ്ങളുടെ ജൈവ വൈവിധ്യങ്ങളെ തൊട്ടറിഞ്ഞ പ്രകൃതിയുടെ പ്രൊഫസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ ടോമി ഫ്രാൻസിസിനോടൊപ്പമാണ്. ഈ പാടത്തിറങ്ങി പണിയെടുക്കുന്നതൊക്കെ ബംഗാളികളും അന്യസംസ്ഥാന തൊഴിലാളികളുമാണ്. അങ്ങനെയുള്ള സമയത്ത് കോളേജിലെ കുട്ടികളെ പാടത്തേക്ക് ഇറക്കിക്കൊണ്ട് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. എന്നിട്ടും സാർ അതിന് മുതിർന്നു. അത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാറിന് സാധിച്ചു. അത്തരം അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. 2017 ഞാനിങ്ങനെ ഒരു ആശയം എന്റെ മനസ്സിൽ രൂപപ്പെട്ടത്. ഞാനന്ന് നേച്ചർ ക്ലബിന്റെ ചാർജുള്ള സാറായിരുന്നു. ഞാൻ സെന്റ് ലൂഷ്യസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പോ ഞാൻ പ്രിൻസിപ്പാളോടും മറ്റേ മാനേജറോടൊക്കെ അനുവാദം ചോദിച്ചുകൊണ്ട് കുട്ടികളെ നേരിട്ട് ഫീൽഡിൽ ഇറക്കി അവർക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, അതാണ് നമ്മൾ പറയുന്നത്. അവര് പടത്തിൽ കണ്ടിട്ടുണ്ടാവും, ചിലര് നെല്ല് പോലും കാണാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തില് അവരെ ചെളിയിൽ ഇറക്കിക്കൊണ്ട് ഈ ബംഗാളികൾ ചെയ്യുന്ന പണി അല്ല ഇത്, നമ്മൾ ചെയ്യേണ്ട പണി അവരിപ്പോ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധ്യം ചെറുപ്പത്തിലെ തന്നെ അവരിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പണി തുടങ്ങിയത്. അത് വളരെ സക്സസ് ആയിരുന്നു. ആദ്യമൊക്കെ എന്റെ കോളേജിലെ അധികാരികൾ അതിനോട് ഇത്തിരി എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ചെളിയിലൊക്കെ ഇറങ്ങും. പിന്നെ അലോഷ്യസ് കോളേജിനെ അറിയാലോ, ബഹുഭൂരിപക്ഷം പെൺകുട്ടികളുള്ള ഒരു സ്ഥാപനമാണ്. അവിടെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ചെളിയിൽ അവർ ഇറങ്ങി നിന്ന് ഇതൊക്കെ ചെയ്യാന്നുള്ളായിരുന്നു. ഇതൊന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൃത്യമായിട്ട് വന്ന് അവിടെ നിന്നു. നമ്മളെ ബംഗാളികളിൽ നിന്ന് ആദ്യമേ തന്നെ നമ്മളെ സാധനം ഏറ്റുവാങ്ങി, ഞാറ് ഏറ്റുവാങ്ങിയിട്ട് നിരനിരയായി നിന്ന് കൃത്യമായിട്ട് അകലത്തില് നമുക്ക് അവർ ചെയ്ത പണി നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആശയങ്ങളാണ്
അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ബംഗാളികളല്ല ഇത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടുകാർ ചെയ്യണം. അതിന് എത്ര പേര് തയ്യാറുണ്ട് എന്നുള്ളതാണ് കാര്യം. മണ്ണിനോട് പണിയെടുക്കാൻ ഇന്നത്തെ ജനതയ്ക്ക് താല്പര്യമില്ല. കാരണം അതിനുള്ള റിവാർഡിങ് ഇല്ലാന്ന് തോന്നിയിട്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറണം. നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നമ്മൾ എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വരുന്നു. അപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെ വിഷമില്ലാത്ത സാധനങ്ങളും നല്ല സാധനങ്ങളും കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. ആരാണ് ഒരാൾ പുറത്തുനിന്ന് വന്നിട്ടൊന്നും ആരും ചെയ്യില്ല. നമുക്ക് ധൈര്യമുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പൊ നമ്മള് കൃഷിയുള്ള ആൾക്കാര്, കൃഷിപ്പാടങ്ങളുള്ള ആൾക്കാർ അതൊക്കെ കൂടെ ഇട്ടിട്ട് പുറത്തേക്ക് പോണ്. അപ്പൊ അത് വെറുതെ തരിച്ചു കിടക്കാണ്. അതിന് പകരം നമ്മൾ അവിടെ കൃഷി ചെയ്യാൻ, നമുക്ക് നേരിട്ടെല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ ആ കൃഷിക്കുള്ള ഏർപ്പാടുകളെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ആ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്. സാറ് ദേഷ്യപ്പെട്ടു അല്ല, നമ്മൾ പൊതുവെ കേട്ടപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്തുന്നവര്, ബുദ്ധിജീവികള്, പ്രകൃതിയുടെ പ്രൊഫസർ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകള് അവർക്ക് എന്തൊക്കെയോ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ എഴുതി പിടിപ്പിക്കും. അതിന്റെ പേരിൽ അവർ കുറെ അവാർഡുകൾ വാങ്ങിക്കും. അതല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഇപ്പൊ അടുത്ത് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, സാറ് 2013 കർഷകശ്രീ അവാർഡ് വെച്ചു. അതിന് പുറമെ ഇപ്പൊ 2025 ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സാറ് അവാർഡ് ഒരു അർഹനായി. സാറിന് ഒരു അവാർഡ് ലഭിച്ചു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അപ്പോ എങ്ങനെയാണ് സാറിന്റെ പ്രവർത്തനങ്ങൾ നാട്ടുകാർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നത്? എനിക്ക് അതിൽ ആദ്യമേ ഞാനൊരു ഇംഗ്ലീഷ് വാചകം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ എക്കോളജി, അത് എൻവയോൺമെന്റൽ ബയോളജിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണത്. തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി. തിങ്ക് ഗ്ലോബലി എന്ന് പറയുന്നത് നമ്മളെ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തില് ലോകത്തെ മൊത്തമായി കാണണം, അതിന് ചിന്തിക്കണം. അത് സമയത്ത് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും പോയിട്ടും എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടില് നമ്മൾ ഇരിക്കുന്ന ചുറ്റുപാടില് അവിടെയുള്ള ആൾക്കാർക്കും കൂടി എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യണം. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ആ സൊസൈറ്റി നന്നായി, ആ കമ്മ്യൂണിറ്റി നന്നായി. ഞാൻ ഗ്രീൻ കുരീച്ചറ എന്നൊരു പ്രസ്ഥാനം തുടങ്ങി. അതിന്റെ പ്രധാന ഉദ്ദേശം, ആദ്യം തുടങ്ങുമ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം, അതായത് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അറിവുകൾ കിട്ടുക, കൃഷിഭവനിൽ നിന്നുള്ള സാധനങ്ങൾ കൊടുക്കുക, അതിനുള്ള അറിവുകൾ കൊടുക്കുക എന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യത്തെ മീറ്റിംഗ് കൂടിയപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് എന്താ കാര്യം, അതിന്റെ പ്രോഡക്റ്റിന് നല്ല വില കിട്ടണം. അത് എനിക്കും എന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവം ഉണ്ടായി. ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ വീട്ടിലെയോ ടെറസിലുള്ള എല്ലാ വെള്ളങ്ങളും ശേഖരിച്ചിട്ട് ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നു ഒരു ഗ്രൗണ്ടിലെ വലിയ ടാങ്കിലേക്ക് അടിച്ച് അതില് ഞാൻ കൂടുതൽ ഓർണമെന്റൽ ഫിഷസിനാണ് വളർത്തിയിരുന്നത്. അപ്പൊ ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കൃഷി നടത്തിയത്. അപ്പൊ നല്ല വിളവ് എനിക്കുണ്ടായി. അപ്പൊ അമോണിയുള്ള വെള്ളമാണ് അവർ വിസർജിക്കുന്നത്. അപ്പൊ അത്രയും പിന്നെ സോളാറിന്റെ പ്രയോഗങ്ങള് നടത്തിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു കൃത്രിമമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് അവരന്ന് അവാർഡിനെ നമ്മളെ പരിഗണിച്ചത്. പക്ഷെ അതിൽ നിന്ന് നാട്ടുകാർക്ക് ഉണ്ടായ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കുരീച്ചറ എന്നുള്ള പ്രസ്ഥാനം ഇന്നലെ വന്നു. അത് ഇന്നും 11 വർഷമായിട്ട്, അതായത് 2014 മെയ്യിൽ തുടങ്ങിയ സ്ഥാപനം, അല്ല ആ സംഘടന ഇന്നും ഒരു കോട്ടം കൂടാതെ 11 വർഷമായിട്ട് ഇന്നും തുടരുന്നുണ്ട്. അവിടെ സ്ത്രീകളടക്കം എല്ലാവരും അവരുടെ പ്രോഡക്റ്റ് കൊണ്ടുവരും, അത് വിൽക്കും. അത് വിൽക്കുമ്പോൾ 90% കൈയോടെ അവർക്ക് കൊണ്ടുപോവാം. 10% ഒരു സംഘടനയുടെ നടത്തിപ്പിന് പിടിച്ചെങ്കിൽ തന്നെ അതിലൊരു 4% അവർക്ക് ഇൻസെന്റീവ് വന്നു നിൽക്കുന്നവർക്ക് ഇൻസെന്റീവായിട്ട് കൊണ്ട് ഉള്ള രീതിയിലുള്ള ഒരു ഇതിൽ കൂടിയാണ് പോയിരുന്നത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തില് എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ കുറെ കൃഷികൾ എല്ലാ വീട്ടിലും നടത്തി. കുറെ പേര് കോഴിനെ ആയിരിക്കാം, കുറെ പേര് ആടുകളായിരിക്കാം, ഞങ്ങൾക്ക് പശുവിന്റെ ആയിരിക്കാം, പച്ചക്കറികളായിരിക്കാം. അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുള്ള ഒരു ആശയം. കാരണം ഒരു കടയിൽ നിന്നൊക്കെ കിട്ടുക. ഞങ്ങളുടെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു സ്റ്റോളിൽ നിന്നാണ് അന്ന് കുറച്ച് സ്ഥലത്ത് മാത്രമല്ലേ കിട്ടുള്ളൂ, കോവിഡ് സമയത്ത് കിട്ടിയിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും അടുപ്പിക്കാനായിട്ട് സാധിച്ചു. പക്ഷെ അന്ന് ഇവർ ഈ പ്രോഡക്റ്റുകൾ ധാരാളം ഉണ്ടായി, പക്ഷെ വിറ്റഴിക്കാൻ മാർഗങ്ങളില്ലാണ്ട് ഇപ്പൊ നാട്ടുചന്ത എന്നുള്ള സാധനം തുടങ്ങി. കുറെ സ്ഥലങ്ങളാണ് വ്യാപിച്ചെങ്കിലും തുടക്കം ഈ ഗ്രീൻ കുരീച്ചറിലായിരുന്നു. അന്ന് ഇതിന്റെ സമയം ഞങ്ങൾ വിൽക്കുന്നത് 8 മണി തൊട്ട് 12 മണി വരെയാണ്. പുലർച്ചെ 5:30 തൊട്ട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുകയാണ്. അത് ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഇങ്ങനെ സമീപ ജില്ലകളിൽ നിന്ന് പോലും അവിടെ ആൾക്കാർ വന്ന് അവരുടെ പ്രോഡക്റ്റ് അവരെന്നെ വിൽക്കണം. വേറെ നമ്മള് ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു കമ്പനിയിലോ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറ്റി വെക്കാൻ പറയും. ആരും പിന്നെ പ്രാവശ്യം എടുക്കില്ല, അവരെ മാറ്റി വരുന്നു. അപ്പൊ അങ്ങനെ 150ഓളം സ്റ്റോളുകൾ പ്രവർത്തിച്ചിരുന്നു. അത്രയും ഗംഭീരമായ രീതിയിൽ അത് പോയിക്കൊണ്ടിരുന്നു.
25 കിട്ടിയ സോഷ്യൽ വർക്കർ എന്നുള്ള അവാർഡാണ്. അത് കാര്യങ്ങൾ ചെയ്തതിനും ഈ കൊല്ലത്തിൽ ചെയ്തു എന്ന് പറയുന്നത് അവിടെ OWC പ്ലാന്റ്, ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥാപനമുണ്ട്. കോർപ്പറേഷന്റെ അധീനതയിലുള്ളതാണ്. അറവുശാലയുണ്ട്. അങ്ങനെയുള്ള വലിയൊരു കോംപ്ലക്സ് ആണ്. അവിടെ ഈ ചെറിയ ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് ആ OWC പ്ലാന്റ് വർക്ക് ചെയ്യാതിരുന്നത്. ഞങ്ങൾ അറിയാൻ കഴിഞ്ഞ ഒരു സ്റ്റാർട്ടറിന്റെ പ്രശ്നമായിരുന്നു. അതുപോലും അത് ശരിയാക്കാത്തതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും, എല്ലാ വേസ്റ്റുകളും 22 ഡിവിഷനിലുള്ള വേസ്റ്റുകളും അവിടെ വന്നതും അത് നീക്കം ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്നു. പൂരത്തിന്റെ ആണെന്ന് കുറച്ച് പേര് പറഞ്ഞു. പൂരത്തിന്റെ ഒന്നല്ല, അതുണ്ടായിരുന്നു. അതിന്റെ മുമ്പ് തന്നെയുള്ള വേസ്റ്റുകൾ അവിടെ വന്നിട്ട് ഈച്ചശല്യം ധാരാളം കൂടിയിട്ട് ഒരു വീട്ടിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതി, ജനൽ തുറക്കാൻ പറ്റാത്ത സ്ഥിതി, അങ്ങനെയൊക്കെ വന്നപ്പോ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഘടിച്ചു. അപ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിനു മുമ്പ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഞാൻ എന്റെ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പ്ലേ ഗ്രൗണ്ടിനും കാര്യങ്ങൾക്കൊക്കെ അവിടെ കോർപ്പറേഷനോട് ചോദിച്ചു, ഇത്രയും ജനനിബിഡമായ കുരിയച്ചിറയില്ലേ, നിങ്ങളെല്ലാവരും വിചാരിക്കും എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്, അവിടെ ഒന്നുമില്ല. അപ്പോഴാണ് നമ്മള് കൂട്ടയോട്ടം അങ്ങനെ പല പരിപാടി നടക്കുന്ന ഇടയിലാണ് ഇങ്ങനത്തെ കേസുകൾ വന്നത്. അപ്പൊ അത് ഞങ്ങൾ സംഘടിച്ച് ആദ്യം പെറ്റീഷൻ കൊടുത്തു, പിന്നെ ലോബിയിങ് നടത്തി, പിന്നെ പൊല്യൂഷൻ കൺട്രോളിൽ അറിയിച്ചു. ഇതൊന്നും ഫലവത്തായില്ല. അതിനുശേഷം നമ്മള് ലാസ്റ്റ് കഴിഞ്ഞുള്ള രീതിയിൽ നമ്മള് അവിടെ സത്യാഗ്രഹം, അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. അങ്ങനെ ഇതൊന്നും പിന്നെ പന്തകൊളുത്തി പ്രകടനങ്ങള്, സത്യാഗ്രഹങ്ങള്, കോർപ്പറേഷൻ സത്യാഗ്രഹങ്ങൾ, അങ്ങനെ ഒരു നിരവധി സമരങ്ങൾ ചെയ്തിട്ട് മനുഷ്യച്ചങ്ങല ഇനി നാട്ടിൽ നടക്കാവുന്ന ജനാധിപത്യമായ രീതിയിൽ എല്ലാവരും പരാജയപ്പെട്ടപ്പോ ഞങ്ങള് സത്യാഗ്രഹം നടക്കുക. അതും പരാജയപ്പെടല്ല, അതുകൊണ്ട് ഗുണമുണ്ടായില്ല. അത് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു ദിവസം ഈ ഒരു കോടി 4 ലക്ഷത്തെ ഒരു മെഷീൻ അവിടെ കൊണ്ടുവന്നപ്പോ ജനങ്ങളെല്ലാരും കൂടി സംഘടിച്ച് അത് തടഞ്ഞു നിർത്തി. അത് തടഞ്ഞതുകൊണ്ട് മാത്രം ഇന്നും അത് മെയ് 26-ാം തീയതി മറ്റാണ് അതുണ്ടായത്. ഇപ്പൊ അതിന് ഏകദേശം 10 മാസം. അന്ന് കൃഷ്ണതേജി ആയിരുന്നു അന്ന് കളക്ടർ. അദ്ദേഹത്തിന്റെ ഭാഷ കണ്ടെടുത്ത് ഞാൻ പറയണെങ്കിൽ ആള് പറഞ്ഞത് ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ അധീനയിലുള്ള ഇത്രയും വലിയൊരു പ്ലാന്റിന്റെ ജനകീയമായിട്ടുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി അതിന്റെ നേതൃത്വത്തിൽ തുടങ്ങാനായിട്ട് പറഞ്ഞിട്ടാണ് സാറ് ഇവിടുന്ന് ലാസ്റ്റ് പടി ഇറങ്ങി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ സമരങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടുന്നതുകൊണ്ടാണ് ആ സോഷ്യൽ വർക്കർ എന്നുള്ള ഒരു കിട്ടിയിട്ടുള്ളത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഒരുപാട് സമരം നയിക്കുന്നവരും കുറച്ചും കൂടി ജെനുവിനായിരിക്കണം. അത്രേ അതിലുള്ളൂ. മോഹൻലാലിന്റെ പ്രശസ്തമായ ലൂസിഫർ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒരു കൃഷിക്കാരനാണ് മാഡം അല്പം കളപറിക്കാൻ ഇറങ്ങിയത്. ആ ഡയലോഗ് നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ തഴച്ചു വളരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. നമുക്ക് നോക്കിയോളൂ, ഇവിടെ എനിക്ക് തന്നെ സംശയം തോന്നി, ഇതില് കളകളാണ് കൂടുതല്. അതുകൊണ്ടാണ് ഈ കളകളുടെ പ്രത്യേകത തന്നെ, അവര് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ആദ്യം വലിച്ചെടുത്ത് അവര് ഉയർന്നു നിൽക്കും. അവരാണ് ആദ്യം പുഷ്പിക്കുക. അവരാണ്. അപ്പൊ ഫിലോസഫി അതിൻ്റെ ഉള്ളുണ്ട്. എല്ലാ കാര്യത്തിലും ഈ അൺവാണ്ടഡ് സാധനങ്ങൾ എന്ന് പറയുന്ന കളകളെ പോലെയാണ് ഇന്നത്തെ ലോകത്തില്. കളകൾക്കാണ് പലപ്പോഴും വെയിറ്റേജ് കിട്ടുന്നത്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി ബന്ധം ഈ കൃഷിക്കുണ്ട് എന്നതിന് ഇതിൽ പരം വലിയ ഒരു തെളിവിന്റെ ആവശ്യമില്ല. ഈ കൃഷിയും ജീവിതവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെ ഈ ഭൂമുഖത്ത് തന്നെ കൃഷി തുടങ്ങിയപ്പോൾ അതിന്റെ നദികളുടെ ചുറ്റാണല്ലോ നമ്മൾ കൃഷി ആരംഭിക്കുന്നത്. അവിടെ നിന്ന് തൊട്ട് ഇതിന്റെ ചരിത്രമുണ്ട്. ആ കൃഷിയുടെ കർഷകൻ, ആ കൃഷി ചെയ്തുണ്ടാകുന്ന കർഷകനെ ഇന്ന് യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സംശയം ഉണ്ട്, ഉറപ്പാണ്. കാരണം സംഗതി ഒരു ദിനത്തിൽ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു ആ കൃഷി ദിനത്തിൽ നല്ല ഒരു കൃഷിക്കാരന്റെ ഒരു അവാർഡ് കൊടുത്തു. അങ്ങനെയുള്ള ചിങ്ങം 1-ാം തീയതി അവരെ ആദരിക്കലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്കല്ല പ്രാമുഖ്യം കിട്ടുന്നത്. എന്റെ സംഭവം, ഞാൻ എന്റെ ഒരു PhD കിട്ടിയപ്പോ എനിക്ക് കിട്ടിയ ആ ചെറിയ അംഗീകാരം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഒരു ഓണറേറിയനും അവരെ വിളിച്ച് ആദരിക്കും ഒരു ദിവസമല്ല. അവര് ചെയ്യുന്ന വർക്കിനെ പറ്റിയിട്ട് നമ്മൾ ഇപ്പോഴും എല്ലാവർക്കും അറിയാം. പക്ഷെ ആരൊന്നും പറഞ്ഞത് പൊലിപ്പിക്കാനായിട്ട് തീരുന്നത്. അവർക്ക് വേണ്ട പോലെ കിട്ടുന്ന, അവര് ചേർന്നിൽ പണിയെടുത്ത് ഷർട്ട് ഇടാത്ത അവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം, അവിടെ പാടത്ത് പണിയെടുക്കുന്നവരെ നമുക്ക് കാണാം. നമ്മളിപ്പോ ഏകദേശം 7:30 സമയമാണ്. അവര് പുലർച്ചെ 5:30 മുമ്പ് വന്ന് പണി തുടങ്ങുന്നവരാണ്. സുവോളജി പ്രൊഫസറാണല്ലോ. അപ്പൊ എനിക്കുള്ളൊരു സംശയം, ഞാനൊക്കെ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഈ തവളകളൊക്കെ ഡിസെക്ഷൻ ചെയ്ത് അതിന്റെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് ഒക്കെ പഠനം നടത്തിയിട്ടുണ്ട്. പിന്നീട് ഞാനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിന് ബാൻ വന്നു. തവളകളെ കീഴ്പൊഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ വന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. സത്യത്തിൽ ഈ തവളകൾ ഇല്ലാതെ ആയതുകൊണ്ട്
അതിനെ പരീക്ഷണ വസ്തുവായി എടുക്കാത്തതാണോ, അതോ അവരുടെ വംശത്തിനെ രക്ഷിക്കാൻ വേണ്ടി, അവരുടെ പ്രജനനം നടക്കാൻ വേണ്ടി അതിനെ ഒഴിവാക്കിയതാണോ? സാർ പറഞ്ഞത് ശരിയാണ്. പണ്ട് സുവോളജി പഠിക്കാന്ന് പറഞ്ഞത് തന്നെ രണ്ട് കാര്യങ്ങള്, തവളയും പാറ്റയും ഡിസെക്ഷൻ എന്നാണ് എല്ലാവരും പറയാ. അതിന്റെ തവളോളജി എന്നൊക്കെ പറയുന്നവര് കളിയാക്കാറുണ്ട്. തവളനെ ബാൻ ചെയ്തു ഇപ്പോ. അത് നമുക്ക് പൊതു ബാനാണ്. ഒരുപാട് ജീവികളെ ഡിസെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എണ്ണത്തിൽ കൂടുതൽ കിട്ടുന്നത് ഈ തവളകളും പാറ്റകളുമായിരുന്നു. അതിപ്പോ നേരത്തെ സാറ് പറഞ്ഞ പോലെ അതിലെ തവളകളെ നമ്മള് നിർത്തിവെച്ചു, ഡിസെക്ഷൻ നിർത്തിവെച്ചു. അതിനുള്ള പ്രധാന കാരണം ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾക്ക് ഒരു 10-15 കൊല്ലം മുമ്പ് നമ്മൾ രാത്രി നോക്കി കഴിഞ്ഞാൽ പെട്രോൾ മാക്സും വെച്ചിട്ട് ഈ തവളകളെ പിടിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ തവളപ്പിടുത്തക്കാര് ചാക്കിലാക്കിയിട്ട് ബാക്കിൽ ചാക്കിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോഴാണ് അവരുടെ രാത്രി ആക്ടിവിറ്റികളാണല്ലോ തവളകൾ. അപ്പൊ അവരെ വിളിക്കുന്നത്. അതുകൊണ്ടുള്ള ദോഷവശങ്ങൾ കോൾനിലകളെ ബന്ധപ്പെടുത്തി പറയുമ്പോ അവര് ഇവിടുത്തെ പ്രാണികളെ തിന്നുന്നവരാണ്. ഈ നെൽക്കീടങ്ങളും കീടങ്ങളും വളരെ ആക്റ്റീവാണ് ഈ സമയങ്ങളിലൊക്കെ. അപ്പൊ ആ സമയത്ത് അവരെ പിടിച്ചു തിന്നുമ്പോൾ അവര് നാച്ചുറൽ പ്രൊഡക്റ്റേഴ്സ് ആണ് തവളകള്. അത് നമ്മൾ പല കിളികളും ഉണ്ട്, വേറെ കിളികളും ഉണ്ട്, പല ടൈപ്പ് നാശം വരുത്തുന്ന കിളികളുണ്ട്, പ്രൊഡേറ്ററി ബേർഡ്സും ഉണ്ട്. അപ്പൊ ഇവര് ബേർഡ്സിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്, തവളകളുടെ എണ്ണയിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ എനിമീസിനെ ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ ആ കീടങ്ങളെ നശിപ്പിക്കുന്ന സാധനം നശിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അത് കൃഷിനെ ബാധിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ വളങ്ങൾ പ്രയോഗങ്ങൾ നടത്തേണ്ടി വരുന്നു. ഒരു ഈൽഡ് കിട്ടുന്നതിന് എല്ലാ കൃഷിക്കാർക്കും അവരെ കൃഷി നിലനിൽക്കണമെങ്കിൽ ഈൽഡ് ഉണ്ടാവണം, നല്ല അവർക്ക് കാര്യമുള്ളൂ. അപ്പൊ അത് കുറയുന്നത് കൊണ്ടാണ് കൂടിയിട്ടാണ് ഇത്തരം ബാനുകൾ വന്നിട്ടുള്ളത്. പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ചോളം ഈ കോളിത്തലകൾ നിലനിർത്തുന്നത് അവരുടെ മാത്രം ആവശ്യമില്ല, എല്ലാവരുടെയും ആവശ്യമാണ്. വെള്ളത്തിന്റെ മാത്രമല്ല, മറ്റ് എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു ഇവിടുന്ന് വെള്ളം നീരാവിയായിട്ട് പോയിട്ട് വേണ്ട നമുക്ക് മഴ കിട്ടുന്നതിന്. എല്ലാവർക്കും കാടിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം, അത് തടഞ്ഞു നിർത്തി ചെയ്യുന്നറിയാം. ഇവിടുന്നും ഇതുപോലെ തന്നെ നമ്മുടെ ഈ ബാഷ്പീകരണം മുതൽ ഇവാപ്പറേഷൻ, ചെടികളിൽ നിന്നുള്ള വെള്ളം ആണ് നമ്മൾ വരുന്നത്. അപ്പൊ ആ കൃഷിയിടങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ കൃഷിക്കാർക്ക് ഈ കൃഷി ലാഭകരമാവണം. അതിന് നമ്മള് ഈ നെൽകൃഷി മാത്രം പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് കൃഷിക്കാർക്കും അറിയാം. അവര് ഈ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥലത്ത് വെള്ളം നിറച്ചുകൊണ്ട് അവിടെ താറാവുകളെ വിടും. അതാണ് അടുത്ത സ്റ്റേജ്. കൊയ്ത്ത് കഴിഞ്ഞാൽ താറാവുകൾ വിടും. അപ്പൊ താറാവിന്റെ കാഷ്ടങ്ങളും സാധനങ്ങളും അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സ്റ്റെപ്പിലാണ് വെള്ളം കൂടുതൽ നിറച്ചിട്ട് മത്സ്യകൃഷികൾ തുടങ്ങും. അപ്പൊ മത്സ്യകൃഷി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു ജൂൺ തൊട്ട്, ഇപ്പൊ മെയ് മാസത്തിലാണ് മഴ കിട്ടി തുടങ്ങി. ജൂൺ തൊട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലൊക്കെയാണ് പല കോൾപ്പാടങ്ങളും കൃഷിക്ക് യോഗ്യമാക്കുന്നത്. അത് വരയ്ക്കൽ 4 മാസം കൊണ്ട് അവർക്ക് ഒരു വളർച്ചയെത്തി നമുക്ക് അതിൽ നിന്നൊരു ലാഭം കിട്ടും. അതുപോലെ തന്നെ കൃഷി കഴിഞ്ഞാൽ വേറെ ഈ വരമ്പത്ത് തന്നെ ഇപ്പോ നമ്മൾ ചെടികൾ നടുമ്പോ ആ സോയിലിനെ പിടിച്ചു നിർത്താനായിട്ട് അതിന് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പുല്ലഴി ഭാഗത്ത് നമുക്ക് ഇഷ്ടംപോലെ വെജിറ്റബിൾ ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസിന്റെ കൾച്ചറിങ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സിന്റെ അവര് പൂക്കൃഷി നടത്തിയിട്ട് ഇതൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമ്മൾ ഒരു സാധനം ബന്ധപ്പെടുത്തി വരുമ്പോൾ ഇങ്ങനെ പല മേഖലകളിൽ നിന്നും അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ അവർ നിൽക്കുള്ളൂ. അഡീഷണൽ ഇൻകം അവർക്ക് കിട്ടാനായിട്ടുള്ള സോഴ്സുകൾ ഉണ്ടാവണം. നിലങ്ങളെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോസർ ഷേപ്പ് എന്നാണ് പറയാ. ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം, കോളിനിലങ്ങള് സമുദ്രനിരപ്പിന് താഴെയാണ്. പലരോടും ഞാനത് പറയുമ്പോൾ പലർക്കും വിശ്വാസമില്ല. കാരണം എങ്ങനെയാണ് അവരൊക്കെ കേട്ടത്, ഹോളണ്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അറിയണവർ ഒരുപാടുണ്ടാവായിരിക്കാം. അപ്പൊ ഈ സോസർ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത് ഉപയോഗിച്ചിരുന്ന കപ്പും സോസറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സോസറിന്റെ അരിഭാഗങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് വെള്ളമോ ചായയോ പോവില്ല, പുറത്തേക്ക് പോവില്ല. അതേപോലെ സ്പോഞ്ച് പോലെ ഇന്ന് നമ്മളൊക്കെ വെള്ളം പിടിച്ചു നിർത്തുന്ന സ്ഥലമാണ് കോളിനിലങ്ങൾ. അതുകൊണ്ട് എന്താണ് ഗുണം? ഈ കോളിനിലങ്ങളിലെ ഉള്ളിലും കൂടുകളിലെ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഇഷ്ടം പോലെ വെള്ളമാണ്. ഈ കനാലിൽ വെള്ളം ഉണ്ടെങ്കിൽ, നമ്മൾ ഈ കാണുന്ന ഈ തോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കിണറുകളൊക്കെ സമൃദ്ധമായി വെള്ളം ഉണ്ടാവും. ഇത് എല്ലാ പ്ലെയിനിനും ഒരു റൂട്ടുള്ള പോലെ സെൻട്രൽ ഏഷ്യൻ ഇന്ത്യൻ ഫ്ലൈവേ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ബേർഡ്സിന് സഞ്ചരിക്കാനുള്ളൊരു പാതയാണ്. ആ പാതയെ കൂടെ സഞ്ചരിച്ചിട്ടാണ് അവരിവിടെ എത്തുന്നത്. പക്ഷികൾ ഇവിടെ വന്ന് ആദ്യം ഇറങ്ങുന്ന സ്പോട്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതിന് സാധാരണ എല്ലാ വണ്ടികൾക്കും പെട്രോൾ അടിക്കുന്ന പോലെ അവർക്ക് ചില സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഉണ്ട്. അങ്ങനെ ഇത്രയും പോകുന്നതിൽ കോളിനിലങ്ങളിൽ അവരുടെ ഒരു പ്രത്യേക താവളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത്
പ്രത്യേകിച്ച് മൈഗ്രൻസിന്റെ കാര്യം പറയുന്നത്, അവര് അവിടെ നിന്ന് സഞ്ചരിച്ചുകൊണ്ട് വരുന്നത് ഫീഡിംഗ് ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ്. ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് അവരെ ഏതാണ് താമസിക്കുന്നതാണ് ബ്രീഡിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ബ്രീഡിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഫീഡിംഗ് ഗ്രൗണ്ടിലേക്ക് വരുന്നതാണ് മൈഗ്രേഷൻ. ഈ ശക്തമായ പ്രവർത്തന പാരമ്പര്യം ഇനിയും തുടർന്ന് ഒരുപാട് കാലം ആളുകൾ ഗുണകരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ സാറിന്റെ കുടുംബ പശ്ചാത്തലം ഒന്ന് ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി ഒന്ന് വിശദീകരിച്ചാൽ. എന്റെ ഭാര്യ ജാൻസി ടോമി ഒരു ഹോം മേക്കറാണ്. വൈഫിന്റെ ഒരു പ്രത്യേക താല്പര്യം മൂലമാണ് എനിക്ക് അന്ന് PhD എടുക്കാനായിട്ട് സാധിച്ചത്. കാരണം വെച്ചാല് എനിക്ക് വശം കിട്ടുമെന്ന് പറയില്ല, ഇതിപ്പോ കോൾനിലങ്ങളിൽ പോയിട്ട് ഈ സോയിൽ ടെസ്റ്റിങ്, വാട്ടർ ടെസ്റ്റിങ് ഇതൊക്കെ നടത്തുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യണം. അപ്പൊ എനിക്ക് ഒരാളെ പോലും കിട്ടാനില്ലാതെ ഞാൻ എന്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ വിളിച്ചിട്ട് പലപ്പോഴും നമ്മള് കുറച്ച് പൈസയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അവരൊന്നും തയ്യാറില്ല ഇതിനൊന്നും. അങ്ങനെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ എന്റെ ഭാര്യ വന്ന് പറഞ്ഞു, ഞാൻ വരാൻ നിങ്ങളുടെ കൂടെ. അതാണ് എനിക്ക് ഇന്നും പ്രചോദിതമായിട്ടുള്ളത്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൾ ഡോക്ടർ സ്റ്റെഫി മരിയ ടോം സൈമർ ഹോസ്പിറ്റലിലും കുന്നംകുളം റോയൽ ഹോസ്പിറ്റലുമായി ആൾ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തത് മകനാണ്. മകൻ MBBS കഴിഞ്ഞ് ജനറൽ പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുന്നു. കോൾ ലൈൻസിലുള്ള എന്റെ ഡോക്ടറേറ്റിനെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഡോക്ടർ ജോൺ ജോർജ് സാറാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ എന്നെ റിസർച്ച് രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തി റിസർച്ചിന് കൂടുതൽ ബലം നൽകിയിട്ടുള്ള എന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയ ഡോക്ടർ PR വർഗീസ് ആണ്. ഈ 2 അധ്യാപകരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അതായത് PhD പഠനങ്ങൾ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തില് അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിച്ച ഒരു വഴി വെട്ടി ആ വഴിയിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നുപോയ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ അറിയപ്പെടേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ. അപ്പോ ഡോക്ടർ ടോമി ഫ്രാൻസിസിനെ നമ്മള് ഇന്നത്തെ ഈ ഒരു സംസാരത്തില് സാറിനെ ഒപ്പം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. സാറിന്റെ വ്യക്തിപരമായ കുറെ അറിവുകൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞതിൽ കാഴ്ചക്കാർക്കും അത് വളരെ സന്തോഷകരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നമ്മളൊരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് സാറിന്റെ ആ തോട്ട് പ്രൊവോക്കിംഗ് എന്ന് പറയില്ല, അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു. വളരെ കൃത്യമായിട്ട് നമ്മൾ അത്ര വലിയ പരിചയങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ സാറ് എന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്താനും ചോദ്യങ്ങൾ ചോദിക്കാനും അത് വെർത്തുവയലായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് ചോദിക്കാനൊക്കെ സാറ് വളരെ സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാൽ അത് നടക്കട്ടെ. അതുപോലെ ഞാൻ എന്റെ ശിഷ്ടകാലം പ്രകൃതിയുടെ സംരക്ഷണത്തിലും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിലും ചാരിറ്റി വർക്ക് മാത്രമല്ല, സോഷ്യൽ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ആംഗിൾ ഉണ്ട്. അതിൽ ഒരു ആംഗിൾ മാത്രം ആൾക്കാരൊക്കെ ചിന്തിക്കാറുള്ളൂ. പക്ഷെ ആ എല്ലാ ആംഗിളിലും എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ആരോഗ്യം ദൈവം എനിക്ക് തരും. ഇതിനെ സഹായിച്ച നിങ്ങളെ എല്ലാവരെയും പറഞ്ഞത് നന്ദി, നമസ്കാരം.